ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 4 ഓഫ് മൈ 30 ഡേയ്സ് ചലഞ്ചാണ്. അപ്പോൾ 4ാമത്തെ ദിവസമായപ്പോൾ തന്നെ മടുത്ത് തുടങ്ങി ഈ ചലഞ്ച് ചെയ്തിട്ട്. കാരണം എപ്പോഴും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് റുട്ടീൻ ഉണ്ടാവുക. അപ്പോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ നേരെ പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്താ പഠിക്കാനുള്ള ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എപ്പോഴും സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ നല്ല വിശപ്പൊക്കെ ഉണ്ടാവും. കാരണം 11:40 ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ഉള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തുന്നത്. അപ്പോൾ എനിക്ക് നല്ലപോലെ വിശന്നിരിക്കുകയായിരിക്കും. ഞാൻ ഓടിപ്പോയിട്ട് വല്ലതും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ മീൻകറിയും ചോറും എന്നുണ്ടായിരുന്നത് ഞാൻ പെട്ടെന്ന് കഴിച്ചു. പിന്നെ പഠിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിൻ്റെ ടെസ്റ്റായിരുന്നു ഫ്രൈഡേ. അപ്പോൾ ഇത് തേഴ്സ്ഡേയുടെ ക്ലിപ്പാണ്. അപ്പോൾ തേഴ്സ്ഡേ ഞാനിരുന്ന് അത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് എങ്ങനെ ആയിരുന്നു, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രൈഡേ ഡേ 5 ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ ഓരോ സാധനങ്ങൾ വായിച്ചു നോക്കും. പിന്നെ എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് തിയറി ആയിട്ട് കൂടുതൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ അത്യാവശ്യം ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് സാറ് പഠിപ്പിച്ച സമയത്ത് തന്നെ അത് അത്യാവശ്യം മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റിവൈസ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ആ ചാപ്റ്ററിൽ 3rd ചാപ്റ്ററാണ് ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ആ ഒരു ഇതിൽ തന്നെ പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നൈസായിട്ടൊന്ന് ഞാൻ സോൺ ഔട്ടായി പോവുകയാണെന്ന് എനിക്കൊരു തോന്നിയായിരുന്നു. അപ്പം തന്നെ ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതുന്ന സമയത്ത് നമ്മളുടെ ഫോക്കസ് കുറച്ചും കൂടെ കൺട്രോൾ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിപ്പാറി പോകും. പ്രത്യേകിച്ച് എനിക്ക് തിയറി പഠിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വരാറുണ്ട്. പെട്ടെന്ന് മടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എഴുതി പഠിക്കാൻ തുടങ്ങും. ഒരു സാധനം വായിച്ച് പഠിച്ചതിന് ശേഷം അത് എഴുതിയെടുക്കാൻ നോക്കും. അത് എഴുതിയെടുത്ത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ വായിച്ച് പഠിച്ചിട്ട് വീണ്ടും എഴുതാൻ നോക്കും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫോക്കസ് ഫുള്ള് ആ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കണം. കാരണം നമുക്ക് എഴുതണം അത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓഫ് തിയറിയാണ്. ബിസിനസ്സിലുള്ള എല്ലാ പോർഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും മാഡം. ക്ലാസ്സിൽ നിന്നിട്ട് ചോദിക്കും. അത് ആൻസർ പറയാത്തവർക്കൊണ്ട് 5 പ്രാവശ്യം ഇമ്പോസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഴുന്നേപ്പിച്ചൊക്കെ നിർത്തുക. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അതെങ്ങനെയൊക്കെയോ ഞാനത് മാനേജ് ചെയ്ത് പോവുകയാണ്. മാഡം ചോദിക്കും, ആ സമയത്ത് നമ്മൾ ഉത്തരം പറയണം. പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ എൻ്റെ ചെറിയൊരു നോട്ട് പാഡ് പോലെ എനിക്കുണ്ട്, ബുക്കുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഏതായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.